മക്കളെ 2026 ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികളും അതേപോലെ തന്നെ ജെഇ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികളും ഓക്കെ ജെഇ മെയിൻ മാത്രം ക്വാളിഫൈ ചെയ്തവരും അല്ലെങ്കിൽ ജെഇ മെയിനിന് ശേഷം ജെഇ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികളും ഈ രണ്ട് കൂട്ടരും അവരുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ജോസ ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി അതായത് ജോസയുടെ സൈറ്റിലാണ്. അപ്പോൾ ഈ ജോസയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രൊസീജിയർ, ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ആരൊക്കെ ഏതിനൊക്കെയാണ് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ നിങ്ങളുടെ ജെഇ മെയിൻ കൊണ്ട് എവിടെയാണ് കിട്ടുക, ജെഇ അഡ്വാൻസ്ഡ് കൊണ്ട് എവിടെയാണ് കിട്ടുക, അതിൽ കഴിഞ്ഞ വർഷത്തെ അതായത് 2025-ലും 2024-ലും ഒക്കെ നടന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് അതിലെ മെയിൻ കാര്യങ്ങൾ മാത്രം ഇതിൽ ഓർമ്മിപ്പിക്കും. അപ്പോൾ സാധാരണഗതിയിൽ IIT അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, NIT-കൾ, ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, IIIT-കൾ ഇതിലേക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് നടക്കുക 2026-27 അക്കാഡമിക് ഇയറിൽ. അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾ ജെഇ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് IIT-ലും IISc-ലും അപ്ലൈ ചെയ്യാൻ പറ്റുക. IIT-ലും IISc-ലും അപ്ലൈ ചെയ്യാൻ ജെഇ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കേ പറ്റൂ. എന്നാൽ ജെഇ മെയിൻ ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തത്, അതിൽ BTech ആണെങ്കിലും അതുപോലെ BArch B പ്ലാനിംഗ് ആണെങ്കിലും. ഇപ്പോൾ BArch B പ്ലാനിംഗ് ആണെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ പ്ലാനിംഗ് കോഴ്സുകൾക്ക്, BTech-നാണെങ്കിൽ BTech കോഴ്സുകൾക്കും BE കോഴ്സുകൾക്കും ഒക്കെ. അപ്പോൾ ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് NIT-കളിൽ അപ്ലൈ ചെയ്യാം, IEST-ൽ അപ്ലൈ ചെയ്യാം, IIIT-ൽ അപ്ലൈ ചെയ്യാം, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് IIT-ലോ IISc-ലോ പറ്റില്ല എന്ന് മാത്രം. IIT അല്ലെങ്കിൽ IISc-ൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യണം. ബാക്കി ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മെയിൻ ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പോൾ ആരൊക്കെ എവിടേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചു. അതിൽ ഷെഡ്യൂൾ നോക്കുക. ആദ്യം കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ്. കാൻഡിഡേറ്റിൻ്റെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ഒക്കെ, അതായത് കുട്ടിയുടെ രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിങ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ജൂൺ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 5 മണി തുടങ്ങി. ജൂൺ 2-ാം തീയതി വൈകിട്ട് 5 മണി തുടങ്ങി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ഈ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, ദ ക്യാൻ ഫിൽ ദെയർ ചോയ്സ്. അവർക്ക് അവരുടെ ചോയ്സ് ഫിൽ ചെയ്യാൻ പറ്റുക ജൂൺ 7 തുടങ്ങിയിട്ടാണ്, അതായത് AIT-യുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഇനി നിങ്ങൾക്ക് പ്രീ പേയ്മെന്റ് ഓഫ് ജോസ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആൻഡ് പ്രീ അപ്ലോഡ് ഓഫ് ഡോക്യുമെന്റ് ഇത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നേരത്തെ തന്നെ വേണമെങ്കിൽ ഫീ അടച്ചു വെക്കാം. അതായത് പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം ഫീസ് അടയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ കൊണ്ടോ മറ്റോ നിങ്ങളുടെ ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ആവാതിരുന്നാൽ അഡ്മിഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് വേണമെങ്കിൽ മുമ്പ് തന്നെ ഫീസ് അടച്ചു വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഈ ജൂൺ 8-ാം തീയതി ഒരു ട്രയൽ അലോട്ട്മെന്റ് 1 വരും. 10-ാം തീയതി ജൂൺ 10-ാം തീയതി ഒരു ട്രയൽ അലോട്ട്മെന്റ് 2 വരും. അപ്പോൾ ഈ 2 റൗണ്ടുകൾ, ഈ 2 അലോക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻ മാറ്റുകയൊക്കെ ചെയ്യാം. അതിൽ പ്രശ്നമില്ല, റീഅറേഞ്ച്മെന്റ് ഒക്കെ നടക്കും. പക്ഷേ ഈ ജൂൺ 10-ാം തീയതി 1 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക് ക്യാൻ ലോക്ക് ദെയർ ചോയ്സ്. കുട്ടിക്ക് ചോയ്സ് ലോക്ക് ചെയ്യാനുള്ള സമയമാണ്. ഇനി ജൂൺ 11-ാം തീയതി കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഫോർ അക്കാഡമിക് പ്രോഗ്രാം കംപ്ലീറ്റ് ആയി, അതായത് 5 മണി വരെ. ജൂൺ 11-ാം തീയതി വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ഫിൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ജൂൺ 11-ാം തീയതി വൈകിട്ട് 5 മണി കൊണ്ട് അത് കഴിയും. അതേപോലെ നിങ്ങളുടെ പ്രീ പേയ്മെന്റ് ഫെസിലിറ്റിയും കഴിയും, ഫീസ് അടയ്ക്കാനുള്ള സമയവും കഴിയും, അതായത് അഡ്വാൻസ് അടയ്ക്കാനുള്ള സമയവും കഴിയും. അപ്പോൾ 2-ാം തീയതി തുടങ്ങി 11-ാം തീയതി വരെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ഒക്കെ ഉണ്ടാവുക. 12-ാം തീയതി ഇതെല്ലാം ക്ലോസ് ആയി അവരുടെ പ്രൊസീജിയറാണ്. ഇനി ശ്രദ്ധിക്കുക, സീറ്റ് അലോക്കേഷൻ റൗണ്ട് 1 നിങ്ങൾ കൊടുത്തിരിക്കുന്ന ചോയ്സുകൾക്ക് അനുസരിച്ച്. അപ്പോൾ ഇതിൽ എല്ലാ റൗണ്ടുകളിലും ചോയ്സ് കൊടുക്കാൻ പറ്റില്ല. ആദ്യ റൗണ്ടിൽ, അതായത് ഈ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഈ ഒരു സമയത്തും സെഷനിൽ മാത്രമാണ് നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് ഉള്ളത്. അല്ലാതെ ഓരോ റൗണ്ടിന് മുമ്പ് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൊടുക്കേണ്ട എല്ലാ ചോയ്സും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാ ചോയ്സും ആദ്യം റൗണ്ടിലല്ല, ആ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവണം. പിന്നീട് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ആ കൊടുത്ത ചോയ്സിനനുസരിച്ചാണ് ഈ അലോട്ട്മെന്റ് നടക്കുക. ഓക്കെ. ഇനി സീറ്റ് അലോക്കേഷൻ്റെ റിസൾട്ട് എന്നാണ് വരിക? ജൂൺ 13-ാം തീയതി. ജൂൺ 13-ാം തീയതി രാവിലെ 10 മണിക്ക് റിസൾട്ട് വരും. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും, അതായത് ഓൺലൈൻ റിപ്പോർട്ടിംഗ്, കോളേജിൽ പോവേണ്ടതില്ല, ഓൺലൈൻ റിപ്പോർട്ടിങ്, അതേപോലെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ്, ഡോക്യുമെൻ്റ് അപ്ലോഡിങ്, നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനുള്ള ക്വയറി, അതിന് നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവും, അത് മാറ്റി കൊടുക്കേണ്ട സമയം, ഇതിനൊക്കെയുള്ള സമയം ജൂൺ 13-ാം തീയതി വൈകിട്ട് 5 മണി തുടങ്ങി ജൂൺ 26-ാം തീയതി
5 മണി വരെയാണ്. അപ്പോൾ 13 തുടങ്ങി 26 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ റൗണ്ടിൽ നിന്ന് പുറത്താവും. സബ്സീക്വൻറ്റ് ബാക്കിയുള്ള റൗണ്ടുകളിൽ നിന്നും പുറത്താവും. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എൻ്റർ ആവും. പക്ഷേ സീറ്റ് കിട്ടിയ കുട്ടി അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയോ മറ്റോ ചെയ്താൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞ് റൗണ്ട് 2ലേക്ക് വരുന്നു. റൗണ്ട് 2ൻ്റെ റിസൾട്ട് വരിക ജൂൺ 30 ജൂൺ 30 5 മണിക്ക് റിസൾട്ട് വരും. ഈ ജൂൺ 30 വൈകിട്ട് 5 മണിക്ക് തന്നെ നിങ്ങളുടെ ഓൺലൈൻ റിപ്പോർട്ടിങ്ങും ഫീ പേയ്മെൻറ്റും ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ഇനി മൂന്നാമത്തെ റൗണ്ടാണ്. റൗണ്ട് 3 ജൂലൈ 6 വൈകിട്ട് 5 മണിക്ക് റിസൾട്ട് വരും. നിങ്ങളുടെ ഓൺലൈൻ റിപ്പോർട്ടിങ്ങും ഫീ പേയ്മെൻറ്റും ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങും ഒക്കെ 6 ജൂലൈ 6 വൈകിട്ട് 5 മണി തുടങ്ങി ജൂലൈ 8 വൈകിട്ട് 5 മണി വരെയാണ്. ഇനി നാലാമത്തെ റൗണ്ടിൻ്റെ റിസൾട്ട് വരിക ജൂലൈ 10 വൈകിട്ട് 5 മണിക്കാണെങ്കിൽ റിപ്പോർട്ടിങ് നിങ്ങൾക്ക് ജൂലൈ 10 വൈകിട്ട് 5 മണി തുടങ്ങി 13 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങളുടെ റിപ്പോർട്ടിങ്. ഇനി ലാസ്റ്റ് റൗണ്ട്, ഫൈനൽ റൗണ്ട്, 5ാമത്തെ റൗണ്ട്. 5 റൗണ്ടുകളായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുക. അതായത് IIT-കളുടെയും IISc-യുടെയും റൗണ്ടുകൾ 5ാമത്തേത്. അതായത് ലാസ്റ്റ് റൗണ്ട് ഫോർ IIT ആൻഡ് IISc ആണ്. എന്നാൽ NIT-കൾക്കും ബാക്കി ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും പിന്നീട് CSAB-ലേക്ക് സീറ്റുകൾ മാറ്റും. അപ്പോൾ 5ാമത്തെ റൗണ്ട് കൊണ്ട് IIT-യും IISc-യും കഴിയും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് സീറ്റ് അലോക്കേഷൻ്റെ റിസൾട്ട്, ഫൈനൽ റൗണ്ടിൻ്റെ റിസൾട്ട് വരിക ജൂലൈ 16 വൈകിട്ട് 5 മണിക്കാണ്. നിങ്ങൾക്ക് ഓൺലൈൻ റിപ്പോർട്ടിങ്ങും ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങും ഫീ പേയ്മെൻറ്റും എല്ലാം കൂടെ ജൂലൈ 16 തുടങ്ങി ജൂലൈ 20 വരെയുള്ള സമയം ഉണ്ടാവും. അതോടുകൂടി IIT ആൻഡ് IISc കഴിയുന്നു. പിന്നെ ബാക്കി വരുന്ന NIT-കളുടെയും ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒക്കെ സീറ്റ് ഫില്ല് ചെയ്യുന്നത് CSAB വഴിയാണ്. അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് വരുമ്പോഴാണ് അവരുടെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതേപോലെ അവിടെ ഇതിൻ്റെ ബാക്കി തുടരുകയും ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് 5 റൗണ്ടുകളിലാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുക. 5 റൗണ്ടുകളിലായിട്ടാണ് അലോട്ട്മെൻറ്റ് നടക്കുക. ഈ 5 റൗണ്ടുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റൗണ്ടിൽ, ഇപ്പോൾ 1ാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടി, അല്ലെങ്കിൽ 2ാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടി, അല്ലെങ്കിൽ 1ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് മാറ്റണം. ഇതൊക്കെ എന്താണ്, അക്സെപ്റ്റ് ദ സീറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ വഴിയാണ്. ഈ അക്സെപ്റ്റ് ദ സീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഫ്രീസ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ എന്താണ് ഫ്രീസ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനിയുള്ള റൗണ്ടുകളിൽ നിങ്ങളില്ല, നിങ്ങൾ ഉറപ്പിച്ചു, അത് തന്നെയാണ് നിങ്ങളുടെ സീറ്റ്. ദാറ്റ്സ് കോൾഡ് ഫ്രീസ്. ഓക്കെ, അതാണ് ഫ്രീസ്. പിന്നെ മാറ്റമില്ല, പിന്നെ ഒരു റൗണ്ടിലും മാറ്റമില്ല, നിങ്ങളത് ഉറപ്പിക്കുകയാണ്. നേരെ തിരിച്ച് ഈ 3 ഓപ്ഷൻ എവിടേക്കാണ് ബാധകം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തു, അതിൽ നിങ്ങളുടെ 1ാമത്തെ ഓപ്ഷനാണ് ആദ്യ റൗണ്ടിൽ കിട്ടിയതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫ്രീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ 10 എണ്ണം ഉണ്ട്, അതിൽ മേലെ 9 ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷനെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രീസും സ്ലൈഡും ഫ്ലോട്ടും ഒക്കെ വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ഫ്രീസ് മാത്രമായിരിക്കും. 1ാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയാൽ ഫ്രീസേ ഉള്ളൂ. ഓക്കെ, ഇനി 2ാമത്തേത് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. സ്ലൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലൈഡ് നോർമലി പറയുക ഒരു സ്ഥാപനത്തിൽ, ഇപ്പോൾ നിങ്ങൾക്ക് A എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സീറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു കോഴ്സ്, ഇപ്പോൾ X എന്ന് പറയുന്നൊരു കോഴ്സാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിൽക്കണം. നിങ്ങൾക്ക് X-നെ കഴിഞ്ഞും ഇഷ്ടം Y എന്ന് പറയുന്ന കോഴ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് X-ൽ നിന്ന് അടുത്ത റൗണ്ടിൽ Y കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദാറ്റ്സ് കോൾഡ് സ്ലൈഡ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറുന്നില്ല, കോഴ്സേ മാറുന്നുള്ളൂ. ഇനി 3ാമത്തെ ഓപ്ഷനാണ് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് A എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ X എന്ന് പറയുന്ന ഒരു സീറ്റ് കിട്ടി. നിങ്ങൾക്ക് വേണ്ടത് B എന്ന് പറയുന്ന സ്ഥാപനത്തിലെ X എന്ന് പറയുന്ന കോഴ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് Aയിൽ നിന്ന് Bയിലേക്ക്, അപ്പോൾ നിങ്ങൾക്ക് ചെന്നൈയിലൊരു സ്ഥാപനത്തിലാണ് കിട്ടിയത്, നിങ്ങൾക്ക് തിരിച്ച് പാലക്കാടേക്ക് മാറണം. സോ മാറാം. അതാണ് ഫ്ലോട്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഫ്രീസ് നിങ്ങൾ ഉറപ്പിക്കുകയാണ്. സ്ലൈഡ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉറപ്പിച്ചു, കോഴ്സുകളാണ് മാറുക. ഫ്ലോട്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉറപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് എങ്ങോട്ട് കിട്ടിയാലും മാറാം. ഓക്കെ, അതാണ് അക്സെപ്റ്റ് ദ സീറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം നിർബന്ധമായിട്ടും. കഴിഞ്ഞില്ല, ഇത് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെൻറ്റുകൾ എന്താണെന്നൊക്കെ ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കാം. പിന്നെ നിങ്ങൾ പേ ദ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ. ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കണം. അത് എത്രയാണെന്ന് ഞാൻ അടുത്ത സ്ക്രീനിൽ കാണിക്കാം. ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു 15,000 രൂപയായിരിക്കും സാധാരണഗതിയിൽ. ആർക്കാണ്? വിത്ത് കാറ്റഗറി ടാഗ്. SC കുട്ടികൾക്ക്, ST കുട്ടികൾക്ക്, ജനറൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്, ജനറൽ EWS-ലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്, OBC NC-ലെ ഫിസിക്കൽ ഡിസബിലിറ്റി, SC-ലെ ഫിസിക്കൽ ഡിസബിലിറ്റി, ST-ലെ ഫിസിക്കൽ ഡിസബിലിറ്റി, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ SC കാൻഡിഡേറ്റും ST കാൻഡിഡേറ്റും ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കും ഒക്കെ 15,000 രൂപയാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ. നേരെ തിരിച്ച് 30,000 ഫോർ ഓൾ അതർ കാൻഡിഡേറ്റ്സ്, 30,000 രൂപയായിരിക്കും ബാക്കി എല്ലാവർക്കും. ഓക്കെ,
അതിൽ എന്തുകൂടി വരും? 5000 രൂപ ജോസായുടെ പ്രോസസ്സിംഗ് ചാർജും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടി, ആ സീറ്റിലേക്ക് നിങ്ങൾ ഇത് അടച്ചു, പിന്നീട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ 5000 രജിസ്ട്രേഷൻ ഫീ ആണ്, ആ ജോസായുടെ പ്രോസസ്സിംഗ് ചാർജാണ്. അത് പോയിട്ട് ഇപ്പോൾ 30,000 ആണ് നിങ്ങൾ അടച്ചതെങ്കിൽ ബാക്കി 25,000 രൂപ നിങ്ങളുടെ ഫീസിലേക്ക് മാറ്റിക്കൊള്ളും. നിങ്ങൾ 15,000 ആണ് അടച്ചതെങ്കിൽ ആ 15,000-ൽ 5,000 മാറ്റി 10,000 നിങ്ങളുടെ ഫീസിലേക്ക് മാറ്റിക്കൊള്ളും. ഈ 5,000 പ്രോസസ്സിംഗ് ഫീ ആണ്. അത് പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ അതിൽ പേ ചെയ്യേണ്ടി വരും. പിന്നെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ 4ാമത് ചെയ്യേണ്ടത്, അതായത് നമ്മൾ ആദ്യം സീറ്റ് അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തു, അതിനുശേഷം ഫീ പേ ചെയ്തു, ഇനി റെസ്പോണ്ട് ടു ക്വയറി. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് എന്തെങ്കിലും മിസ്മാച്ചോ മറ്റോ കണ്ടാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വയറി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവും, നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാൻഡിഡേറ്റ്സ് വിത്ത് എ സീറ്റ് കൺഫേംഡ് ത്രൂ ജോസ ആർ ഓൾസോ ഇൻഫോംഡ് ദാറ്റ് നോൺ റിപ്പോർട്ടിംഗ് ടു ദ അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നോട്ട് അറ്റൻഡിംഗ് ദ ക്ലാസ് എറ്റ്സെട്ര would be rendered them eligible from appearing JEE Advanced 2027. അതായത് നിങ്ങളൊരു സീറ്റ് കൺഫേം ചെയ്തു, ഫ്രീസ് ചെയ്തു, ഫീ അടച്ചു, ഇനി നിങ്ങൾ കോളേജിൽ പോകുന്നില്ല, കോളേജിൽ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ 2027 JEE അഡ്വാൻസ്ഡ് എഴുതാൻ എലിജിബിൾ ആവില്ല. JEE അഡ്വാൻസ്ഡിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതുപോലെ ശ്രദ്ധിക്കുക, 5 റൗണ്ടായിട്ടാണ് അലോട്ട്മെന്റ് നടക്കുക. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ 5th റൗണ്ട്, 5ാമത്തെ റൗണ്ടിൽ കാൻഡിഡേറ്റ് ഹാവിംഗ് എ പ്രൊവിഷണലി അലോക്കേറ്റഡ് സീറ്റ്, ഓൾറെഡി ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ആ റിക്കോർഡ് ടു പേ ദ പാർഷ്യൽ അഡ്മിഷൻ ഫീ. നിങ്ങൾ ഈ മുമ്പ് അടച്ച സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അല്ലാതെ ബാക്കി പാർഷ്യൽ അഡ്മിഷൻ ഫീ കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എപ്പോഴാണ്? 5ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ. 5th റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾ അത് പേ ചെയ്യണം. 5th റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇത് പേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തായി? നിങ്ങൾക്ക് ആ സീറ്റ് റിജക്റ്റ് ആവും, സീറ്റ് നിങ്ങൾക്ക് കിട്ടൂല. ആ പാർഷ്യൽ അഡ്മിഷൻ ഫീ എത്രയാണെന്ന് ചോദിച്ചാൽ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, അതേപോലെ ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സും 20,000 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. നേരെ തിരിച്ച് ബാക്കി എല്ലാവരും, ഈ കാറ്റഗറി അല്ലാത്ത ബാക്കി എല്ലാവരും അടയ്ക്കേണ്ടി വരിക 45,000 രൂപയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആയിട്ട് ഒരു 30,000 രൂപ അടച്ചിരുന്നു. അതേപോലെ SC ST അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ഒരു 15,000 അടച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ആദ്യം അടച്ച 15,000 സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആണെങ്കിൽ ഇത് പാർഷ്യൽ അഡ്മിഷൻ ഫീ ആണ്. അപ്പോൾ മൊത്തം 35,000 അടയ്ക്കേണ്ടി വന്നു. മറ്റേവരതല്ല, 3,000 രൂപ നിങ്ങൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീയിൽ അടച്ചിട്ടുണ്ട്, പാർഷ്യൽ അഡ്മിഷൻ ഫീ 45,000, അങ്ങനെ ടോട്ടൽ 75,000 രൂപ അടയ്ക്കേണ്ടി വരും. ഇത് 5th റൗണ്ടിൻ്റെ ഇന്ത്യയിലാണ്. അതേപോലെ വിത്ഡ്രോ ഓപ്ഷൻസ് നോക്കുക. IIT-ലോ IISc-ലോ സീറ്റ് കിട്ടിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണ്? The option is available starting from the 2nd round. 2nd റൗണ്ട് തുടങ്ങി എപ്പോൾ വരെയാണ്? ജസ്റ്റ് ഓർ ബിഫോർ ദ ലാസ്റ്റ് റൗണ്ട്. അതായത് 5 റൗണ്ട് ഉണ്ട്, അപ്പോൾ 4ാമത്തെ റൗണ്ട് വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. സോ 4th റൗണ്ട് വരെ. സോ 2ാമത്തെ റൗണ്ട് തുടങ്ങി 4ാമത്തെ റൗണ്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾ ഒന്നുകൂടി ഉണ്ട്, നിങ്ങളിങ്ങനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ വിൽ ബി റീഫണ്ടഡ് ടു ദ കാൻഡിഡേറ്റ്. ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ, നിങ്ങൾ ആദ്യം അടച്ചിരിക്കുന്ന സീറ്റ് അക്സെപ്റ്റൻസ് ഫീ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഏത് കുറച്ചിട്ടാണ്? ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ വിഡ്രോവൽ പ്രോസസ്സിംഗ് ചാർജ് ഓഫ് 7,000. അതായത് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 15,000 അടച്ചിരുന്നു എന്ന് വിചാരിക്കുക. ആ 15,000-ൽ നിന്ന് 7,000 കുറച്ച് ബാക്കി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അടച്ചിരുന്നത് 30,000 ആണെങ്കിലും ഈ 7,000 കുറച്ച് ബാക്കി കിട്ടും. അപ്പോൾ ഈ 7,000 രൂപ നിങ്ങൾ വിഡ്രോ ചെയ്താൽ നഷ്ടപ്പെടുന്നേ ഉള്ളൂ, ബാക്കി തിരിച്ചു കിട്ടും. ഈ 5 റൗണ്ടുകൾക്കും ശേഷം ബാക്കി വരുന്ന NIT-കളുടെയും ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സീറ്റുകൾ CSAB വഴിയാണ് ഫിൽ ചെയ്യുക. CSAB-ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. CSAB വന്നു കഴിയുമ്പോൾ csab.nic.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോസ്പെക്ടസ് കാണാം. അതിൽ ഈ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് IIT ഉണ്ടാവില്ല, IISc ഉണ്ടാവില്ല എന്ന് മാത്രം. എന്തിലേക്കൊക്കെയാണ് അഡ്മിഷൻ നോക്കുക? IIT ആൻഡ് IISc നോക്കിയാൽ ഏകദേശം 23 IIT-കളും ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും, ഈ 24 ക്യാമ്പസാണ് IIT ആൻഡ് IISc സ്ട്രീമിൽ വരിക. അതിൽ നമ്മൾ പാലക്കാട് IIT ഉൾപ്പെടെ, കേരളത്തിലെ പാലക്കാട് IIT ഉൾപ്പെടെ, അതുപോലെ ഏകദേശം 32ഓളം NIT-കളാണുള്ളത്. 32ഓളം NIT-കളിൽ കാലിക്കറ്റ് NIT ഉൾപ്പെടെ 32ഓളം NIT-കളുണ്ട്. ഇനി 26ഓളം IIITs ഉണ്ട്, കോട്ടയത്തെ IIIT ഉൾപ്പെടെ. അതുപോലെ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി NIEIT ഉൾപ്പെടെ 56ഓളം ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളിലേക്കാണ് ഈ ജോസ കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ശ്രദ്ധിക്കുക, ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു ബി അപ്ലോഡഡ് ബൈ ദ കാൻഡിഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ റിപ്പോർട്ടിംഗ്. ഓൺലൈൻ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടും കുട്ടി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ, ഒന്ന് ക്ലാസ് 10ൻ്റെ മാർക്ക് ഷീറ്റ്, ഓക്കെ, അതേപോലെ ആധാർ കാർഡ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെ ഏതെങ്കിലും ഒന്ന്. പിന്നെ ക്ലാസ്
12th മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ, പിന്നെ അഡ്മിറ്റ് കാർഡ് ഓഫ് ജെഇ മെയിൻ്റെ അഡ്മിറ്റ് കാർഡ്, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അത് SC കാറ്റഗറി അല്ലെങ്കിൽ ST കാറ്റഗറി, OBC NCL, ജനറൽ EWS ഇവരെല്ലാം അവരുടെ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫ്രം താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. അതേപോലെ ഇത് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലെ ഡോക്യുമെൻ്റ് ആയിരിക്കണം. ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ April 1, 2026, April 1, 2026, April 1 ശേഷം ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻ്റ് ആയിരിക്കണം. ഇനി നമ്മുടെ റാങ്ക് അനുസരിച്ച് ഒരു കോഴ്സ് കിട്ടുമോ എന്ന് കണ്ടുപിടിക്കാനുള്ള വഴി, നിങ്ങളതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ josa.nic. എന്നുള്ള സൈറ്റിൽ കയറുക. അതായത് ഈ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. ഈ ഒരു പേജിൽ നിങ്ങൾ സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് എന്നൊരു ലിങ്ക് കിട്ടും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ 2025 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് ഉണ്ട്. അതേപോലെ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആ PDF ആയിട്ട് എടുക്കാം. അതേപോലെ 2024 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ PDF നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കുറേ കഴിയുമ്പോൾ ഇവരെ സൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ റാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് തേടിയെടുക്കാനുള്ള ലിങ്കൊക്കെ തരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഇത് ചോദിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പിന്നാലെ വരുന്നതെല്ലാം തന്നെ ഒരു റാങ്ക് തന്നിട്ട് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചോദ്യം. അപ്പോൾ അത് ഒരുപാട് സമയം വൈകും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാനിപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്ത്. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിനോട് അടുത്ത് വരുന്നത്. അപ്പോൾ അതിലെല്ലാം കാണിക്കുക കോമൺ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. CRL കോമൺ റാങ്ക് ലിസ്റ്റാണ് കാണിക്കുക. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ആ കാണിക്കുന്നതെല്ലാം കോമൺ റാങ്കാണ്, കാറ്റഗറി റാങ്ക് അല്ല. അപ്പോൾ ഓൾമോസ്റ്റ് ജോസ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളും ആ പ്രോസ്പെക്ടസിലെ മെയിൻ കാര്യങ്ങളും സാധാരണഗതിയിൽ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളുടെയും മറുപടി ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.